നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെഡ് വൈൻ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അന്ന് വൈനെല്ലാം ഈ മുന്തിരിയെല്ലാം റെഡിയാക്കി നമ്മൾ ഭരണിയിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ 21 ദിവസം കഴിഞ്ഞു. ആ 21 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ്, അത് എങ്ങനെയാണ് വൈനാക്കി എടുക്കേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കാണിക്കുന്നുണ്ട്. ശരിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 21 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാം ക്ലിയറായി ഇപ്പം നമുക്ക് കാണാൻ കഴിയും. 5-ാം ദിവസമാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡേ ബൈ ഡേ ആയിട്ട് ഇങ്ങനെ ചെയ്തതിന് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചതാണ്. ഇതിപ്പോൾ ഒരു 10 ദിവസമായപ്പോഴത്തേക്കും നല്ല കൂടുതൽ പതയെല്ലാം വന്നിട്ടുണ്ട്. 15 ദിവസമായി. വൈനിൻ്റെ ഒരു എഫക്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഡേ 20 ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞു 21ാമത്തെ ദിവസം അടുത്ത പ്രോസസ്സ് ആരംഭിക്കുകയാണ്. 21ാം ദിവസമാണ് ഇത് എടുത്തു. വീണ്ടും അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കി റെഡിയാക്കണം. ഇത് ഒരു പാത്രത്തിനകത്ത് തുണി വെച്ചിട്ട് ആ തുണിയിലേക്ക് ഇത് ഭരണിയിൽ നിന്ന് കലക്കി വെച്ചിരിക്കുന്നത് കുറേശ്ശായിട്ട് ഒഴിക്കുക. ആദ്യം നമ്മൾ അത് കലക്കി എടുത്തതിന് ശേഷം അതിനകത്ത് ഉള്ള ആ വൈൻ ആദ്യം ഒന്ന് അരിച്ച് മാറ്റുകയാണ്. കുറച്ച് അത് മാറ്റി ഒന്ന് പതുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിഴിഞ്ഞെടുത്ത വൈൻ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി ഭരണിയിലിരിക്കുന്നതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് പാത്രത്തിൽ വെച്ചത് നന്നായിട്ട് കൈ കൊണ്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക, ഞെക്കി ഞെരടിയെടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ച് മാറ്റിയത് കുറേ വെള്ളം അതിനകത്ത് ഉണ്ടാവുമല്ലോ, അതിന് ആദ്യം മാറ്റി വെച്ചതാണ്. ഇനി ബാക്കിയുള്ള മുഴുവൻ ഇതേപോലെ ഞെക്കി ഞെരടി എടുത്തതിന് ശേഷം അതിനെ ആ തുണിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തത് പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ നമ്മൾ എല്ലാം പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് നിറച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വൈൻ റെഡി. ഇനി ഒരിക്കൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സിൽ പൂർണ്ണമായിട്ടും ഈ മുന്തിരിയുടെ പൊടികളൊന്നും പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മളത് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ മുന്തിരി വൈൻ പൂർണ്ണമായിട്ടും റെഡിയായി. ഇനി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് എല്ലാം ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അങ്ങനെ പാത്രത്തിൽ നിറച്ച് വെച്ച ആ വൈൻ നമ്മൾ കുറച്ച് ഒരു ഗ്ലാസ്സിലെടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. നല്ല റെഡ് കളർ വന്നിട്ടില്ല, കാരണം നമ്മൾ ഉപയോഗിച്ച മുന്തിരി അത്ര ഡാർക്ക് റെഡ് ആയിരുന്നില്ല. നല്ല ഡാർക്ക് റെഡ് മുന്തിരിയാണെങ്കിൽ നല്ല ഡാർക്ക് റെഡ് വൈൻ തയ്യാറാക്കാം. ഇനി ഈ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ വെച്ചിരിക്കുന്ന വൈൻ ഒരു 4 ദിവസം അനക്കാതെ വെച്ചതിന് ശേഷം ഒന്നും കൂടി തെളിയുന്നതായിരിക്കും. ആ തെളിഞ്ഞത് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. റെഡ് വൈൻ തയ്യാറാക്കുന്ന വീഡിയോ ഇവിടെ അവസാനിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു.